എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ സാഗരം എത്ര കണ്ടു പറഞ്ഞാലും തീരാത്ത രാമൻ്റെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുവാനും അതിലൂടെ രാമൻ നമ്മളിലേക്ക് പകർന്നു നൽകുന്ന ധർമ്മബോധത്തെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അഭിലാഷ് നാരായണൻ, സൃഷ്ടി ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ്. നമുക്ക് ഈ ഒരു രാമഗംഗാ പ്രവാഹത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കാം. രാമകഥയുടെ പ്രാധാന്യം ധർമ്മത്തെ പകരുക എന്നുള്ളതാണ് എന്നത് നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. അപ്രകാരമുള്ള രാമകഥ സമാരംഭിക്കുമ്പോൾ ആ രാമകഥയുടെ ശ്രേഷ്ഠതയെ ഒന്നുകൂടി നമുക്ക് ഉറപ്പിച്ചു നൽകുന്നതിന് വേണ്ടി, അതിൻ്റെ പ്രാധാന്യത്തെ കാട്ടിത്തരുന്നതിന് വേണ്ടി നമ്മുടെ ഋഷീശ്വരന്മാർ സ്വീകരിച്ച പാത, അതിൻ്റെ തുടക്കം അവിടെ മഹാദേവനും പാർവതീ ദേവിയും തമ്മിലുള്ള ഉമാമഹേശ്വര സംവാദം എന്ന ഭാഗത്തിലൂടെയാണ്. അവിടെ സാക്ഷാൽ പാർവതീ ദേവി സർവജ്ഞയാണ്. നമ്മൾ ദേവിയെ സ്തുതിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധാർത്ഥം ഭിക്ഷാം ദേഹിജ പാർവതി എന്നാണ് നമ്മൾ സ്തുതിക്കുന്നത്. എന്നിട്ട് തന്നെയും ആ ഒരു മഹത്വത്തെ, രാമായണത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ സാക്ഷാൽ പാർവതീ ദേവി മഹാദേവനോട് ചോദിക്കുകയാണ്, അങ്ങയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങ് ഏറ്റവും പരമമായ ജ്ഞാനത്തെ പകരുന്ന ആ രാമകഥ എന്നോട് പറഞ്ഞു തന്നാലും ആ രാമകഥ എനിക്ക് അറിയുവാനുള്ള ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ രാമായണത്തിൻ്റെ തുടക്കം നമ്മൾക്ക് കാട്ടിത്തരുന്നത്. എന്തിനാണ് ഇങ്ങനെയൊരു ചമത്കാരം ഇവിടെ സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടെ രാമായണത്തിൻ്റെ പ്രാധാന്യം സാക്ഷാൽ മഹാദേവി പോലും അറിയുവാൻ ആഗ്രഹിക്കുന്ന പരമമായ തത്വമാണ്, പരമമായ ജ്ഞാനമാണ് എങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് ശ്രേഷ്ഠമാകേണ്ടതാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത്തരമൊരു കഥാസന്ദർഭത്തെ ഈ രാമായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അനാവരണം ചെയ്യുന്നത്. അങ്ങനെ മഹാദേവൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, തനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹസമ്പന്നമായി അദ്ദേഹം കാണുന്ന ആ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള പാർവതീ ദേവിക്ക് വേണ്ടിയിട്ട് രാമായണത്തെ ഉപദേശിച്ചു നൽകുകയാണ്. അപ്രകാരം ഉപദേശിക്കപ്പെടുന്ന രാമായണം തുടർന്ന് രാമകഥകളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ആ സമയത്ത് മഹാദേവൻ പറയുന്നുണ്ട്, ധന്യേ വത്സലേ ഗിരികന്യകേ പാർവതി ഭദ്രേ, നിന്നോളം ആർക്കുമില്ല, അതായത് നിന്നോട് എനിക്കുള്ളതിനോടൊപ്പം മറ്റാരോടും എനിക്കില്ല എന്ത് സ്നേഹഭാവങ്ങളും. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഞാനിതാ ഈ പരമമായിട്ടുള്ള ഭക്തിയിലേക്ക് എത്തി നിൽക്കുന്ന നിനക്ക് ഞാൻ ഈ ജ്ഞാനത്തെ പരമമായ ഭക്തിയിലേക്ക്, പരമമായ ഭക്തി എന്ന് പറഞ്ഞാൽ സമർപ്പണ ഭാവത്തോടു കൂടി ഞാനെന്ന ഭാവത്തെ കളഞ്ഞ് മനസ്സ് ശുദ്ധമാക്കി ജ്ഞാനത്തെ നേടുവാനുള്ള ജിജ്ഞാസയോട് തൻ്റെ മുന്നിലെത്തി നിൽക്കുന്ന ആ പത്നിയായ പാർവതിയെ ഒരു ശിഷ്യയായി കണ്ടുകൊണ്ട് ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഈ ജ്ഞാനത്തെ പകരാൻ സാക്ഷാൽ മഹാദേവൻ തയ്യാറാകുന്നത്. അദ്ദേഹം പറയുകയാണ്, രാമായണം എന്നത് സാക്ഷാൽ ധർമ്മത്തെ അറിയുവാനുള്ള മഹത്തായ ശ്രേഷ്ഠമായ തത്വമാണ്. അവിടെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിച്ചേർന്ന ഭൂമി മാതാവ് ഭൂഭാരം കൊണ്ടുള്ള പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്ന സമയം ആ ഭൂഭാരത്തെ കുറയ്ക്കുവാൻ വേണ്ടി ദശരഥൻ്റെ പുത്രനായി ശ്രീരാമചന്ദ്രനായി അവതരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞത് തൊട്ട് തുടങ്ങി അവിടെ ആ രാമൻ്റെ ജീവിത കഥകൾ പൂർണ്ണമായും അദ്ദേഹം ചുരുക്കി, അദ്ദേഹം വളരെ വിശദമായിട്ട് അവിടെ പാർവതി ദേവിക്ക് ഉപദേശിച്ച് ഒടുവിൽ രാവണനെ നിഗ്രഹിച്ചിരിക്കുന്ന ആ ഭാഗം വരെയുള്ള ഭാഗങ്ങളെല്ലാം പറഞ്ഞ് വളരെ ശ്രേഷ്ഠമായിട്ട് പറഞ്ഞു നൽകുകയാണ്. അങ്ങനെ പറഞ്ഞു നൽകുന്ന ആ രാമായണ തത്വത്തെ കൂടുതൽ വിശദമാക്കിക്കൊണ്ട് തുടർന്ന് നമുക്കേവർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഗുരുവര്യന്മാർ അതിനെ വിശാലമായ ചരിതമായി തുടർന്ന് വർണ്ണിച്ചു നൽകുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു, മഹാവിഷ്ണു ഭഗവാൻ അദ്ദേഹം അവതരിച്ചത് ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയുടെ ഭാരം അവിടെയാണ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഭൂഭാരം എന്നത് ഏതെങ്കിലും വസ്തുവിൻ്റെ ഭാരത്തെ അല്ല. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഭാരം എന്ന് ഗണിക്കുന്നത് വസ്തുവിൻ്റെ ഭാരത്തെയാണ് എങ്കിൽ ഇവിടെ ഭാരമെന്ന് വിവക്ഷിക്കപ്പെടുന്നത് ഇവിടെ അഹങ്കാരത്തെയാണ്, അജ്ഞാനത്തെയാണ്. അജ്ഞാനം മൂലമുണ്ടാകുന്ന പ്രവൃത്തികളും അഹങ്കാരവും അത് എപ്പോഴും
ഒരു ഭാരമായി തീരാറുണ്ട്. അപ്രകാരമുള്ള ഭാരത്തെ ഇല്ലാതാക്കാൻ, അജ്ഞാനികളെ ഇല്ലാതാക്കാൻ, അജ്ഞാനികളിൽ പ്രബലനായിരുന്നു ആ കാലഘട്ടത്തിൽ രാവണനെ ആശ്രയിച്ച് നിലനിന്നിരുന്ന വലിയ അധർമ്മികളുടെ ഒരു സന്നാഹമുണ്ടായിരുന്നു. അവയെ തകർക്കുവാൻ വേണ്ടി രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ദശരഥപുത്രനായിട്ട് രാമൻ ജനിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ വിഷ്ണു ഭഗവാൻ തൻ്റെ അരുൾവാക്കുകൾ പുറപ്പെടുവിക്കുന്നത്. ഇത്തരത്തിലാണ് മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ്, സാക്ഷാൽ ശ്രീഹരിനാരായണൻ തന്നെയാണ് രാമനായി വന്നു പിറന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ സംവാദ രൂപത്തിൽ സാക്ഷാൽ പാർവതീ ദേവിക്ക് ഏറ്റവും കാരുണ്യത്തോടു കൂടി മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്ന വളരെ കൃത്യമായ നിലയിലുള്ള മൃത്യുഭയത്തെ കടക്കാൻ സാധിക്കുന്ന, അമരത്വത്തെ നേടാൻ സാധിക്കുന്ന, അജ്ഞാനത്തെ വേരറ്റു പോകാൻ സാധിക്കുന്ന, ചിത്തശുദ്ധിയോടുകൂടി ഭഗവത് പാദത്തെ നമസ്കരിക്കാൻ സാധിക്കുന്ന, ഉന്നതമായ നിലയിലേക്ക് ഉയർത്തുന്ന ആ രാമകഥ സാക്ഷാൽ മഹാദേവൻ തൻ്റെ സ്വപത്നിയായ പാർവതീ ദേവിക്ക് സ്നേഹകാരുണ്യത്തോടുകൂടി ഉപദേശിക്കുന്നതാണ്. ആ ശ്രദ്ധയോടുകൂടി പാർവതീ ദേവി ആ രാമകഥയെ സ്വീകരിച്ചതുപോലെ നമുക്കും അതീവ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നാം പിന്തുടരേണ്ട, അനുസന്ധാനം ചെയ്യേണ്ട ധർമ്മതത്വത്തെ ആണ് നമ്മൾ ഇതിലൂടെ നേടുന്നത് എന്ന ബോധത്തോടുകൂടി, ആത്മബോധത്തോടുകൂടി നമുക്ക് രാമകഥയെ സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ഭാഗങ്ങളും എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്നും, അതുപോലെ തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും ഒക്കെ തന്നെ എല്ലാവരും ശ്രമിക്കണം. ഈ ഒരു ധർമ്മബോധത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിൽ നമുക്കൊരു വലിയ മൂവ്മെൻറ്റ്, വലിയൊരു മുന്നേറ്റം നടത്താൻ നമുക്ക് ഈ രാമചിന്തയിലൂടെ സാധിക്കട്ടെ. ഈ രാമായണ സത്സംഗം നമുക്ക് വീണ്ടും കാണും. എല്ലാവർക്കും നമസ്കാരം.